പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം അവർ അംഗീകരിക്കില്ല എന്ന് പറയും. അവർക്കും അതുപോലെ പറയാനുണ്ട്. അവര് സച്ച് എ ഇഡിയറ്റ് ആണ് കേട്ടോ എൻ്റെ പാരന്റ്. അവരൊക്കെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതാ. അമ്മ മൈൻഡ് സെറ്റ് ഉണ്ട്, അപ്പൻ മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നിട്ട് ചിലപ്പോൾ ഇവരെ ടീനേജിനെ ചിലപ്പോൾ നമുക്ക് ഫുള്ള് ഡീൽ ചെയ്യാൻ പറ്റും. അവിടെ വേണ്ടത് അസേർട്ടീവ് ട്രെയിനിങ് ആണ് വേണ്ടത്. നോ പറയാൻ പഠിക്കുക, വിൽ പവർ കൂട്ടുക. പക്ഷെ നീ ഉപയോഗിക്കുന്ന ഈ മദ്യത്തോടും ലഹരിയോടും എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കും, അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പാരൻസ് ഭയങ്കര സ്ട്രെസ്ഡാണ്. ഒരു പാരന്റ് വിളിച്ച് ഭയങ്കര വിഷമത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഇന്ന് മാത്സ് പരീക്ഷയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് മാത്സ് പരീക്ഷ? ഡോക്ടറെ, ഈ ടീനേജ് കുട്ടികൾ മേയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പം ഞാനൊരു ടീനേജ് കുട്ടിയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് ഈ ഒരു ടീനേജ് സമയം. പലപ്പോഴും അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ചിലപ്പം നമ്മൾ അവരെ രീതിയിൽ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ടീനേജ് കുട്ടിയുടെ സൈക്കോളജി എന്താണ്, എങ്ങനെയാണ് ഒരു ടീനേജ് കുട്ടീനെ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ നമ്മളെ കൂടൊപ്പം നയിക്കാനും പറ്റുക? ടീനേജുകാരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫാദറാന്ന് പറഞ്ഞല്ലോ, അവർക്ക് പുച്ഛമായിരിക്കും. അതായത് ഈ ഒരു ഫാദറിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനത്തെ ഞാൻ വലുതായി എന്നുള്ള അത് ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഒരു പീരീഡാണ്. അപ്പൊ പാരന്റിന് തോന്നുന്നത് ഇവൻ എപ്പോഴും എൻ്റെ ചെറിയ മോനാ, ഇവൻ ഒരു വയസ്സുള്ള കുട്ടിയായിട്ടാണ് ഫാദർ കാണുന്നത്. പക്ഷെ ഇവൻ കാണുന്നത് ഞാൻ അച്ഛനൊപ്പം വളർന്ന, അച്ഛനെക്കാട്ടിലും ടെക്നോളജിക്കലി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ലോകത്തെക്കുറിച്ച് അറിവുകളുള്ള ഒരാളാണ്. അച്ഛനെ സംബന്ധിച്ച് എൻ്റെ വാവയാണ്, കണ്ണനാണ്, അപ്പുവാണ്, ചക്കരയാണ്. പക്ഷെ ഇവനപ്പോ അച്ഛൻ്റെ ഒപ്പാണല്ലോ. അപ്പൊ ഒരു കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം അവർ അംഗീകരിക്കില്ല എന്ന് പറയും. അവർക്കും അതുപോലെ പറയാനുണ്ട്. അതായത് ഞാൻ പറയുന്ന കാര്യം അച്ഛൻ അംഗീകരിക്കില്ല, അച്ഛനത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വിവരമില്ല. ഇപ്പം ഞാൻ ഇവിടെ കൂടുതലും ഇപ്പം UK വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അത് എല്ലാ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളി എല്ലാവരും വരുന്നുണ്ട്. കൂടുതലും ഇംഗ്ലീഷ് കുട്ടികളെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ടീനേജേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വേർഡ് എന്ന് പറയുന്നത് പാരൻസിന് ബുദ്ധിയില്ല. അവര് സച്ച് എ ഇഡിയറ്റ് ആണ് കേട്ടോ എൻ്റെ പാരന്റ്. അവരൊക്കെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതാ. അവർക്ക് അത്ര വലിയ അറിവൊന്നും ഇല്ല. അപ്പൊ പാരന്റ് ഷോക്കായി പോകും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ ഒരു ഈ കുട്ടികൾ ഇവിടെ ജനിച്ച് വളർന്ന കുട്ടികളാ. അപ്പൊ അവര് കാണുന്നത് ഞങ്ങളുടെ ഒരു റേഞ്ചിന് എത്താൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആ രീതിയിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഗ്യാപ്പ് അവര് തമ്മിൽ. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ തോന്നി. പലപ്പോഴും ഞാനിത് എന്നെ ഇതായിട്ട് പറയില്ല. ഇപ്പൊ എൻ്റെ മകനോട് ഞാൻ സംസാരിക്കാൻ പറയുന്നത്, ഞാൻ അവൻ്റെ കൂടെ പിന്നെ അവരെ കൂട്ടുകാരായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയങ്ങളേ ഉള്ളൂ, ആ സമയത്ത് മാക്സിമം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ കൂട്ടുകാരെ ഉൾപ്പെടെ അവർ പറയുന്നൊരു കാര്യം വെച്ചാൽ, നിന്റെ അച്ഛൻ കുറച്ചുകൂടെ ഫോർവേഡ് തിങ്കിങ് ആണ്. അവൻ പറയുന്നത് അത് വാപ്പ ഇവിടെ നിന്ന് വന്നോണ്ടായിരിക്കും, UK വന്നോണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ല ഞാൻ അത് അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ അടുത്ത് എൻ്റെ മകളാണെങ്കിലും പറഞ്ഞത്, അമ്മ പൊളിയാ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അതെന്താ മാവേ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു. അല്ലമ്മ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, കാരണം ഇൻസ്റ്റാഗ്രാമിലും അതിലും ഇതിലൊക്കെ അവര് പല കാര്യങ്ങളും കാണുന്നതാണല്ലോ. അപ്പൊ നമുക്കൊരു അമ്മമാരെന്ന് പറയുമ്പോൾ അമ്മ മൈൻഡ് സെറ്റ് ഉണ്ട്, അപ്പൻ മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നിട്ട് ചിലപ്പോൾ ഇവരെ ടീനേജിനെ ചിലപ്പോൾ നമുക്ക് ഫുള്ള് ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കുറച്ച് വരേണ്ടി വരും. അത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം ഞാനിപ്പോ എൻ്റെ മകനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എനിക്ക് മനസ്സിലായത്, ഞങ്ങളിപ്പോ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് കൂടെ. പിന്നെ ഈ കഞ്ചാവിന്റെ ഉൾപ്പെടെ, മദ്യത്തിന്റെ ഉൾപ്പെടെ, സ്ത്രീകളുടെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓപ്പൺ ആയിട്ട്. അതിന്റെ ഒരു പ്രധാന കാര്യം എനിക്ക് മനസ്സിലായത്, യു ജസ്റ്റ് ഹാവ് ടു ബി എ ലിസണർ എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. കാരണം ഈ നമ്മൾ പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ വരുമ്പോഴത്തേനും അവർ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബ്രേക്ക് ഡൗൺ ആകും. അതേസമയം യു ജസ്റ്റ് ബിക്കം എ ടീനേജർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അല്ലെ ആ ഒരു മൈൻഡ് സെറ്റിൽ വരുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ അവർക്ക് ഒരുപാട് നോളജ് ഉണ്ട്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ കുറെ ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഫ്രണ്ട് ആകരുത്, ഫ്രണ്ട്ലി ആവണം. ആ ഫ്രണ്ട്ലി ആയിട്ട് നിനക്ക് ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പൊ ഞാൻ ഒരുപാട് കുട്ടികളോട് അങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളുണ്ടാവും അവർ കളിക്കുന്ന. പ്രത്യേകിച്ച് അവരുടെ ഇപ്പൊ മൈൻഡ് ക്രാഫ്റ്റ് ഒരുപാട് പിള്ളേർ കളിക്കുന്ന ഒരു ഗെയിം, ഓൾ വേൾഡിൽ കളിക്കുന്ന ഒരു ഗെയിമാണ്. നമുക്ക് കളിക്കാൻ അറിയില്ല.
നമ്മൾ തീർച്ചയായിട്ടും. കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അവരെ ചെന്നിട്ട് നീ എപ്പോഴും മൊബൈലില്ല എന്ന് പറയുന്ന, എന്റെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ട് എന്നിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സാക്ട്ലി. അപ്പൊ മൊബൈല് എന്ന് പറയുന്നതാണ് ഇപ്പൊ ടീനേജുകാരും പാരന്റ്സും തമ്മിൽ ഏറ്റവും വരുന്ന അടി വരുന്നത്. പക്ഷെ ഈ പാരന്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് ഈ മൊബൈൽ പാരന്റ് മാറ്റി വെക്കുന്നില്ല. പക്ഷെ പാരന്റിന് അവിടെ ന്യായീകരണം ഉണ്ട്. കാരണം എന്താ, ഞാനിതെന്റെ ഓഫീസ് കാര്യത്തിനാണ്, അങ്ങനെ കുറച്ച് ന്യായീകരണങ്ങൾ. വെച്ചാൽ അഡിക്ഷനിൽ എല്ലാവരും പറയുന്നത് ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ. കള്ളുടിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ പറയും, നീ അഡിക്റ്റഡ് എന്ന് വെച്ചാൽ ഞാൻ അഡിക്റ്റഡ് അല്ല. അല്ല, ആഴ്ചയിൽ ഒരു അതെ. ദിവസം ഒരു 2 പ്രാവശ്യം കുടിക്കുന്നത്. അത് അയാൾ കണ്ടുപിടിച്ചിട്ടുള്ള അതെ. ന്യായീകരണങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ എല്ലാ കാര്യത്തിലും അഡിക്ഷൻ എല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ 10-15 എണ്ണം നമുക്കുണ്ടാവും. അപ്പം ഇവര് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ അവർ പഠിപ്പിച്ചു തരും. കാരണം അവർ ഭയങ്കര Absolutely. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. മാത്രമല്ല അവിടെ ഒരു എംപവറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ, അവരെ അതെ. ഇതാക്കുക. അവർക്ക് ഐഡന്റിറ്റി വരില്ലേ. Absolutely. ഇപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ റോട്ടിലൊക്കെ പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ നമ്മൾ ഈ ടീനേജുകാരോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വരും. കാരണം നമുക്ക് ചിലപ്പോ അറിയുന്നതാണെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ. തീർച്ചയായും. നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കുട്ടികളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, ഈ എവിടേക്കാ പോവാ, അപ്പൊ അവരുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു തരും. ഇപ്പൊ എനിക്ക് പേഴ്സണലി കുറെ പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവര് തിരിച്ചു പോയിട്ട് വീണ്ടും നമ്മുടെ അടുത്ത് വന്നിട്ട് അല്ല ഇങ്ങനെയും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ പറയും. അപ്പൊ അത് കുട്ടികളെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവരാണ്. 100%. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതിൽ നല്ലൊരു പോയിന്റ് ഉണ്ട്. അതായത് പേരൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ബി ഡിസിപ്ലിൻ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അല്ലേ, കുറച്ചൊക്കെ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം കുട്ടികളുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ വർക്കാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ 24 മണിക്കൂർ മൊബൈലിലാണ് കുത്തിയിരിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിന്റെ മകനോട് അത് പറയാനുള്ള റൈറ്റ് ഇല്ല. അതേസമയം യു ആർ ഡിസിപ്ലിൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ഐഡിയ അവർ എന്തായാലും കിട്ടും. അത് ആ രീതിയിൽ കുറെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മള് ഫുഡ് ഡൈനിങ് ടേബിളുമേ ഫാദറോ മദറോ ആരും ഫോൺ കൊണ്ടുവരില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പൊ അത് കുട്ടി എന്തായാലും കാണുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഫാദറിന് അവിടെ റൈറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇതാണ് റൂള്. ആ റൂൾ അവിടെ ഫോളോ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഇത് ഒരു അൾട്ടിമേറ്റ്ലി ഒരു വളരെ നല്ല കുറെ അഡ്വൈസ് ആണ് പറഞ്ഞത്. ഇതൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ഈ ഒരു ടീനേജ് ടൈമിൽ പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ പിയർ ഗ്രൂപ്പിനോടുള്ള സംഭവങ്ങളാണ്. അപ്പം അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ എൻ്റെ മകൻ ഒരു 10 കൂട്ടുകാരോട് കൂടുന്നു എന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ അവിടെ കൺട്രോളിങ് പവർ വളരെ കുറവായിരിക്കും. കാരണം സ്കൂളിൽ പോകുമ്പോഴായിരിക്കാം കൂട്ട് വരുന്നത്, ട്യൂഷന് പോകുമ്പോഴായിരിക്കാം, കളിക്കാൻ പോകുമ്പോഴായിരിക്കാം. അപ്പം അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു സംഭവം? ശരിക്കും ഈ കൂട്ടുകാർ നമ്മളെ വഴി തെറ്റിക്കണില്ല എന്ന് പറയാം. വഴി തെറ്റാൻ തീരുമാനിക്കുന്നത് ഞാനാ. അവിടെ വേണ്ടത് അസേർട്ടീവ് ട്രെയിനിങ് ആണ് വേണ്ടത്. നോ പറയാൻ പഠിക്കുക, വിൽ പവർ കൂട്ടുക. ഇപ്പൊ ഒരു 4 കൂട്ടുകാർ മദ്യം കഴിക്കുന്നവരുണ്ടാവും. എനിക്ക് അവരുടെ കൂടെ പോയി ഇരിക്കാം, കമ്പനി കൂടാം. അവർ മദ്യം വേണോ എന്ന് ചോദിക്കുമ്പോൾ പക്ക എനിക്ക് പറയാം ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ കഴിക്കുന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഇതൊക്കെ കഴിച്ചു നോക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ചാടാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആ വിൽ പവർ ട്രെയിനിങ് പ്രാക്ടീസ് ചൈൽഡ്ഹുഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ടീനേജിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും. അവിടെ നമുക്ക് ഒരിക്കലും ഇപ്പൊ നിന്റെ കൂട്ടുകാർ മുഴുവൻ മോശമാണ്, അപ്പുറത്തെ കൂട്ടുകാരൻ്റെ അമ്മയും ഇവനെ വെച്ചിട്ട് പറയുന്നുണ്ടാവും നിന്റെ കൂട്ടുകാർ മുഴുവൻ മോശമാണ്. അപ്പൊ കൂട്ടുകാർ മോശം എന്നല്ല, അവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അതിൽ. അപ്പൊ അവർക്ക് അത് എല്ലാത്തിലും എടുത്ത് ചാടി ചെയ്യാൻ തോന്നും. ബൈക്ക് എടുക്കാൻ തോന്നുക, അല്ലെങ്കിൽ അത് എന്താ പറയുക വീല് അത് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ തിരിക്കാൻ തോന്നുക, മറിക്കാൻ തോന്നുക, എല്ലാം മറിച്ച് ഈ ലോകം എനിക്ക് മാറ്റാൻ പറ്റുന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക് വരിക. അപ്പൊ അത് വരുന്നോണ്ട് തന്നെ അവരെല്ലാത്തിനും ശ്രമിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അവിടെ ഇങ്ങനത്തെ മദ്യോ ലഹരി വസ്തുക്കൾ, ഇപ്പൊ നമുക്ക് ലഹരിയാണ് കൂടുതൽ പേടിയുള്ളത്. അപ്പൊ അതിൽ നോ പറയാൻ വിൽ പവർ ട്രെയിൻ ചെയ്ത് കൊടുക്കുക, അസേർട്ടീവ് ആക്കി എടുക്കുക. ഇതെനിക്ക് വേണ്ട, നിന്നെ എനിക്കിഷ്ടമാണ്, നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്കിഷ്ടമാണ്, പക്ഷെ നീ ഉപയോഗിക്കുന്ന ഈ മദ്യത്തോടും ലഹരിയോടും എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കും, അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലും ഓക്കെ ഞാൻ അത് ടേസ്റ്റ് ചെയ്തു, പക്ഷെ എനിക്കിത് വേണ്ട, ആ ഒരു ഡിസിഷൻ അവിടെ എടുക്കാൻ പറ്റും. എനിക്ക് അതിന്റെ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്ന പാരന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം അല്ലേ, എന്താണ് ഇതിന്റെ ആക്ച്വൽ എഫക്ട്, ഇത് കഴിച്ചാൽ എന്തൊക്കെയാണ് അല്ല എഫക്ട് ഇവർക്ക് അറിയാം. പാരന്റിനെ അറിയുന്നതിനെക്കാട്ടിലും നന്നായിട്ട് ഇവർക്ക് അറിയാം. കാരണം ഇവര് ഇപ്പൊ നമ്മളൊരാളെടുത്ത് സംസാരിക്കുകയാണ്, ഓക്കെ എന്തിനാ മദ്യം നിർത്താൻ പറയും, അല്ലെങ്കിൽ ലഹരി ഇതിന്റെ ദോഷം ഉണ്ടെന്ന് പറയും.
എല്ലാവർക്കും ഇതിന്റെ ദോഷം അറിയാം. ദോഷം അറിയാത്ത ആരുമില്ല. 100%. അപ്പൊ നമ്മൾ അപ്പൊ എങ്ങനെയാണ് ഒരു ദോഷം പറയണ്ട. കമ്മ്യൂണിക്കേഷൻ ഈ കുട്ടികളുമായിട്ട് ഇപ്പൊ ഈ മദ്യം ഇങ്ങനെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് പ്രായം. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹോർമോണൽ ഉം. ഇഫക്റ്റ് ബോഡിയിൽ വരുന്ന ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഹോർമോണൽ ഇഫക്റ്റും ചേഞ്ചസും അവർ തീർച്ചയായിട്ടും ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നവരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ കൊണ്ടുവരാൻ പറ്റുക? അതായത് ഇത് കഴിക്കരുത്, ഇത് കൊള്ളൂല എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇവർക്കെല്ലാം അതിനുള്ള ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പറായിട്ട് ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുക, അല്ലെ എങ്ങനെയാണ് ഇതിലേക്ക് വരരുത്, അല്ലെങ്കിൽ ഇതിന്റെ ഇഫക്റ്റുകൾ എങ്ങനെയാണ് നമുക്കൊന്ന് അവർക്ക് അറിയാമെന്ന് പറഞ്ഞ ഇഫക്റ്റ് തന്നെ എങ്ങനെ നമുക്ക് ആസ് എ പേരന്റ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു പ്യൂബേർട്ടി സ്റ്റേജിന് മുമ്പ് തന്നെ, ഒരു 8ാം ക്ലാസ് 7ാം ക്ലാസ്സിന് മുമ്പ് തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ. അതായത് വളരെ നമുക്ക് പാരന്റിനൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല ഇത്. അത്രയും സ്റ്റേജുകളിൽ അവിടെ സപ്ലൈയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചൈൽഡ്ഹുഡ് തൊട്ട് അസേർട്ടീവ് ട്രെയിനിങ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് പാരന്റ് എന്നുള്ള നിലയ്ക്ക്, അതായത് ഇതിന് പ്രശ്നമുണ്ട്, നീ അത് ചെയ്യരുത്, അല്ലെങ്കിൽ സംശയ ദൃഷ്ടി കൂടെ ഇവരെ വാച്ച് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. നീ ഇത് കുടിച്ചോടാ, നീ വലിച്ചോ, അത് ഇവർക്ക് വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി കൂട്ടും. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നല്ല കാര്യങ്ങളുണ്ട്. അതായത് ഹെൽത്തിന്, നമ്മുടെ ബോഡിക്കുള്ള ഇമ്പോർട്ടൻസ് ആണല്ലോ അവിടെ വേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ്. അതായത് പർപ്പസ്. നിന്റെ ബോഡി, നിന്റെ ശരീരമാണ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം നിന്റെ നിന്ന് വിട്ടുപോകും. പൈസയും കാര്യങ്ങളും എല്ലാം വിട്ടുപോകും. നീ എന്ന് പറയുന്ന വ്യക്തി നിന്റെ ബോഡിയാണ്. അപ്പൊ അതിന്റെ മെന്റൽ ഹെൽത്തും ബോഡി ഫിറ്റ്നസ്, ശരീരത്തിന് ആരോഗ്യം കൊടുക്കുക, ആ മെസ്സേജ് എങ്ങനെയും കുട്ടിയുടെ തലയിൽ. വളരെ വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം എനിക്ക് മനസ്സിലായത് പർപ്പസ്ഫുൾ ലൈഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾക്കുള്ള പർപ്പസ് അവർ തിരിച്ചറിയും എന്ന് പറയുന്ന ഒരു വലിയ പോയിന്റ് ആണ് പറഞ്ഞത്. കാരണം പർപ്പസ്ഫുൾ ആയിട്ട് അവർ എന്തെങ്കിലും ട്രെയിനിങ്ങിനോ കാര്യങ്ങളിലോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പുറത്തെ സൈഡ് അതിന്റെ പ്രോബ്ലംസും അവർക്ക് തന്നെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാനുള്ള കപ്പാസിറ്റി. ഹെൽത്ത് ഇപ്പൊ ജിമ്മിലൊക്കെ പോവാലോ, നമുക്ക് ജിമ്മുകളുണ്ട്. അതുപോലെ ഈ കുട്ടികൾക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ വെച്ചാൽ ഇൻഫ്ലുവൻസർ ആവാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്, ചാനലുകൾ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അവരുടെ ജീവിതത്തിന് ആ സമയത്ത് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഹെൽത്ത് ഒറ്റ കാര്യം അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഉള്ളൂ, നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കണം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ടല്ലേ. ഇത് സത്യം പറഞ്ഞ ഈ സംഭവം വന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് വന്ന് വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന ചൂടാവുന്ന പേരന്റ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഈ പറയുന്ന കുറച്ച് പിന്നെ ട്രെയിനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കാരണം നമ്മൾ മദ്യം കഴിക്കുന്നവർക്കല്ല ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. നമ്മൾ മദ്യം കഴിക്കുന്ന ആൾക്കാരെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർക്കാണ് കൗൺസിലിംഗ്. അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അത് വലിയൊരു ടോപ്പിക് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ വരുന്ന ബൈസ്റ്റാൻഡർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമാണ് മദ്യപാനം ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ മദ്യം കഴിക്കാതിരിക്കുന്നതിന്റെ കാലയളവ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അത് 10 കൊല്ലാവാം, 20 കൊല്ലാവാം, ഇവർ മരിക്കുന്ന വരെ ആവാം. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞാലും ഒരു സാധ്യതയുണ്ട് ഇയാൾ കഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് മദ്യപാനത്തിന്റെ ട്രീറ്റ്മെന്റിൽ വരുന്നത്. അപ്പൊ കൂടെ നിൽക്കുന്ന ആള് ബൈസ്റ്റാൻഡർ വളരെയധികം ട്രെയിൻഡ് ആയിരിക്കണം ഇവരെ ഡീൽ ചെയ്യാൻ. ഇനി നേരത്തെ പറഞ്ഞ കുട്ടികൾ അഡിക്ഷനിലേക്ക് പോകുന്നതിന് ഇവർക്ക് കുറച്ചും കൂടി അത് ഓറൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. ഇപ്പൊ ഈ കഞ്ചാവ് കാര്യങ്ങളൊക്കെ അത് വരുന്ന ഫിക്സേഷൻ വരുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലാണ്. ചിലപ്പോൾ മുലപ്പാല് കുടിക്കാത്ത കുട്ടികള്, അതൊക്കെ ഇതിന് കണക്റ്റഡാ. അതായത് കുട്ടി വഴിതെറ്റി പോകുന്ന ടീനേജിലാണ്, പക്ഷെ ചിലപ്പോ ഈ ഒരു സ്റ്റേജില് ഹിസ്റ്ററി കിടക്കുന്നത് ഇവിടെയാണ്. അതായത് കുട്ടി മുലപ്പാല് കുടിച്ചിട്ടില്ല, അപ്പൊ കുട്ടിക്ക് ആ ഒരു ഓറൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനാണ് ഇപ്പൊ ചിലപ്പോ മദ്യമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഓറലി ആണല്ലോ അതിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പൊ അതിനെന്ത് ചോദിച്ചാൽ നമുക്ക് ഡ്രിങ്ക്സുകൾ, നല്ല ജ്യൂസ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. ഈ ടീനേജ് പിള്ളേർ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ പാരന്റ്സ് തടയും, എന്തുവാടാ ഇതിരുന്ന് കഴിക്കുന്നത്, നീ ഒരിക്കലും തടയണ്ട. കാരണം ഹെൽത്തി ഡ്രിങ്ക്സ് അവർക്ക് ഒരുപാട് ഇതുണ്ടായിരിക്കും. 2 ലിറ്റർ 3 ലിറ്റർ ചിലപ്പോ ചിലപ്പോ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഞാൻ എന്റെ ഒരു സമയത്ത് ആലോചിക്കാറുണ്ട്, അന്നൊക്കെ 8-10 ഇഡ്ഡലിയൊക്കെ ഞാൻ കഴിക്കും. അതൊരു ഹരാണ്, കോമ്പറ്റീഷനാണ്. ഇപ്പൊ ഒരു പകുതി ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റില്ല. കാരണം അയ്യോ ഇത് കാണുമ്പോ തന്നെ ഇതെങ്ങനെ കഴിക്കണേന്ന് തോന്നും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ചപ്പാത്തി
ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും അത് അങ്ങനത്തെ ബോഡി ഐറ്റംസ്. വളർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ചേഞ്ചസ് ഇല്ലേ? ഒരുപാട് ഫുഡ് ഇവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ പാരന്റ്സ് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടത്, കുട്ടി ക്ലാസ് വിട്ട് വരുമ്പോ അല്ലെങ്കിൽ കുട്ടി വീട്ടിലുള്ള ദിവസമാണെങ്കിലും ഹെൽത്തി ഫുഡ്, അതായത് ഹെൽത്തി എന്ന് വെച്ചാൽ ജ്യൂസുകളായിട്ടും ഓറൽ കിട്ടുന്ന സംഭവങ്ങൾ നന്നായി കൊടുക്കുക, വൈറ്റമിൻസ് ശ്രദ്ധിക്കുക, omega-3 കൊടുക്കുക, അതടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക, പ്രോട്ടീൻ കമ്പൽസറി ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസികൾ അവിടെ വരും. 100%. കാരണം ഈ ഫുഡാണല്ലോ എല്ലാത്തിന്റെയും അതെ. ബേസിക്, അപ്പൊ എല്ലാത്തിന്റെയും കാര്യം അത് അല്ലേ? ചെയ്യാം. പിന്നെ നല്ല, അതായത് നമ്മളെ കോപ്പി ചെയ്യുന്നത്, അവരെപ്പോഴും പാരന്റ്സിനെ കോപ്പി ചെയ്യും. അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്നും ആ രീതിയിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റുന്നുള്ള ഒരു മെസ്സേജ് അവിടെ പാസ് ചെയ്യാം. 100%. പിന്നെ അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായത് കുട്ടികൾ ഒരിക്കലും നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണാതെ അത് ഇരിക്കുക. പറ്റില്ല. അവർ ഇൻഡിവിജ്വൽ ഇതാണ് അല്ലേ? മാത്രമല്ല, ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ എൻ്റെ സ്വഭാവം. പക്ഷേ ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നോക്കുന്നത് എൻ്റെ സ്വഭാവത്തിൽ ഒന്നും ഇല്ലല്ലോ എന്ന് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷമുള്ളത്. ഓക്കെ ഓക്കെ. നമുക്ക് തലമുറ, ഇപ്പൊ നമ്മള് അതെ. DNA ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ കാര്യങ്ങൾ വരും. ഉണ്ടാവും. പക്ഷെ കോൺഫിഡൻസ് നമുക്ക് നന്നായി കൊടുക്കാൻ പറ്റും. നമുക്ക് അവരെ Absolutely. അവരുടെ ആ ഒരു ഫോർമേഷനിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഒരുപാട് ചെയ്യാൻ ഒരുപാട് പറ്റും. കാര്യങ്ങൾ നമുക്ക് പിന്നെ അവര് ഹൈഡ് ചെയ്യാതിരിക്കാനുള്ള ആ ഒരു സംഭവം അവിടെ നമ്മൾ കൊടുത്താൽ മതി. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ ഇപ്പുറത്തുണ്ട്, അത് തന്നെ. ഇതൊന്നും പലതും ടാബൂസ് അല്ല. ചോദിക്കാതെ അറിയുക എന്ന് പറയുന്നിടത്താണ് എനിക്ക് മനസ്സിലായത്. അതെ കാരണം അതെ. പലപ്പോഴും ഇവര് നമ്മൾ പറയാൻ റെഡിയാണോ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ പറയാൻ റെഡിയാകുമ്പോൾ പറയാ. ഈ പല കാര്യങ്ങളും നമ്മൾ കുത്തിത്തഴിഞ്ഞ് ഇന്ന് സ്കൂൾ ഇന്ന് എന്താ ഇത് ചെയ്തതെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കൂടുതൽ ആദ്യം പ്രശ്നങ്ങളിലേക്ക് പോവുക. തന്നെ പാരന്റ്സ് ഇവരെ പഠിപ്പിക്കാതിരിക്കുക അതെ. അക്കാഡമിക്കലി. അതായത് പാരന്റ് ആകെ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ, നീ വായോ, ഫിസിക്സ് ഞാൻ പഠിപ്പിക്കാം, കെമിസ്ട്രി പഠിപ്പിക്കാം. ഈ പാരന്റ് ചിലപ്പോൾ ടീച്ചറെ ടാലന്റ് ഉള്ള ഒരാളായിരിക്കില്ല. അപ്പോൾ കുട്ടീനെ കാണുമ്പോ നീ പഠിച്ചോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സ്നേഹിക്കാൻ അവിടെ സമയമില്ല പിന്നെ. Absolutely. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടീനെ സ്നേഹിക്കുക, കെട്ടിപ്പിടിക്കുക, അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ വല്ല ടീച്ചർമാര് പഠിപ്പിക്കട്ടെ. അതെ. കാരണം നമ്മൾ ടീച്ചറല്ല. Absolutely. വളരെ point ആണ്. വളരെ കാരണം അത് നമുക്ക് കുറച്ച്, കാരണം ഞാൻ കുറെ പാരന്റൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ point. പാരന്റ്സ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഒരു പാരന്റ് വിളിച്ച് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇന്ന് മാത്സ് പരീക്ഷയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് മാത്സ് പരീക്ഷ? അല്ല എനിക്കല്ല, മോന് 10ാം ക്ലാസ്സിൽ എന്തോ ഒരു പരീക്ഷ. അതിന് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അവന്റെ ബ്രെയിനിൽ മാത്സിന് വേണ്ട സീക്വൻഷ്യൽ മെമ്മറിയും അവന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവനെ എക്സാമിൽ എഴുതാൻ പറ്റുള്ളൂ. അവനെ പഠിപ്പിക്കുന്ന സ്റ്റൈല് ഇതായിരിക്കും. അപ്പോൾ നല്ലൊരു ടീച്ചറെ നമ്മൾ മോണിറ്റർ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളൊരു ട്യൂഷൻ ടീച്ചറായിട്ട് മാറണ്ട. നമ്മുടെ റോള് മാറ്റണ്ട. റോള് ട്യൂഷൻ ടീച്ചർ ആവാണ്. എല്ലാ വീട്ടിലും അലമ്പാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ആ സമയത്ത് വീട്ടിൽ വരില്ല. കാരണം എന്താ? ഭാര്യ പഠിപ്പിക്കൽ തുടങ്ങി എന്നാ പറയണേ. പഠിപ്പിക്കല്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ ഇമോഷൻ മാറും. നിനക്കിത് കിട്ടുന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വന്നിട്ട് പഠിപ്പിക്കുന്നതിൽ ആ കുട്ടിക്ക് ഗുണം ചെയ്യില്ല. നമ്മൾ ഹാപ്പി ലേണിംഗ് ആണ് എപ്പോഴും ഗുണം ചെയ്യുക. നമ്മുടെ മൈൻഡ് ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒരാളെയും അടിച്ച് പഠിപ്പിച്ചാൽ അത് കിട്ടില്ല, ശരിയാവില്ല. അപ്പൊ എന്തായാലും എന്താ പറയാ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. പല കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അബ്സല്യൂട്ട്ലി. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ടീനേജറിന്റെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട റോൾസ് മൊത്തം കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.